ബോൺസായിൻ്റെ നമ്മൾ പറയാത്തതെന്ന് വെച്ചാൽ വെരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ട് അത് സാധാരണ ന്യൂഡേ ഫൈക്കസിലാണ് മൾട്ടി ഹെഡ് നമ്മൾ കൂടുതൽ നമ്മുടെ വീടുകളിലൊക്കെ ആളുകൾ കൊണ്ടുപോകുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പലരും വിചാരിച്ചിട്ടുള്ള അബിയ ഗാർഡനിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാം ഒത്തിരി വെറൈറ്റി. നിങ്ങൾ നാഷണൽ ഹൈവേയിലൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ ഡിവൈഡർ സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ആർക്കിടെക്ട്സ് ഒക്കെ പ്ലാന്റ്സ് സജസ്റ്റ് ചെയ്യുന്ന പ്ലാന്റാണ്. ബ്രേസിയ ആക്ടിനോഫില എന്ന് പറഞ്ഞ പ്ലാന്റാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത്. വെറും 5000 റുപ്പീസിന് ടെർമിനലെ വെരിഗേറ്റഡ് ഇവിടെ കൊടുക്കുന്ന റേറ്റ്. ഒരുപാട് ഫൈക്കസിൻ്റെ ബോൺസായൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ നല്ല കണ്ട ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, ഇത്രയും നല്ല ട്രെഞ്ചായിട്ടുള്ള നല്ല തടിയുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു 20 ഫീറ്റോളം 15 to 20 ഫീറ്റോളം പൊക്കത്തിലുള്ള ഇത് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട ഇത്രയും വലിയ സൈസ്. ഇത് നമ്മുടെ കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന ക്യൂബൻ സിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ന്യൂഡേ ഫൈക്കസിൻ്റെ തന്നെ മൾട്ടി ഹെഡ് ഏകദേശം 10 അടിയിൽ മേലെ പൊക്കമുള്ള. അപ്പോൾ ഇതാണ് നമ്മുടെ തബൂബിയ റോസിയ. നമുക്ക് ലാൻഡ്സ്കേപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ഇത്. ഈ തബൂബിയ റോസിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ഏകദേശം ഒരു 8 അടി 9 അടി പൊക്കമുള്ള 7000 റുപ്പീസിനാണ് നമ്മൾ റീറ്റെയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹലോ, അബിയ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എല്ലാ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗാർഡൻ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വലിയ സൈസ് പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചെടി വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അബിയ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറുതായിക്കോട്ടെ, മീഡിയം സൈസ് ആയിക്കോട്ടെ, ജംബോ സൈസ് ആയിക്കോട്ടെ, എത്ര വർഷം ഏജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വേണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയധികം നമുക്ക് ക്വാണ്ടിറ്റിയും കൂടെ നമ്മുടെ നഴ്സറിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചെടിയും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ബോൺസായി, ഇമ്പോർട്ടഡ് ബോൺസായി, ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ബോൺസായാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഫൈക്കസ് മൈക്രോ കാർപ്പയുടെ ഏകദേശം 30 to 40 years ഓൾഡ് ആയിട്ടുള്ള വലിയ ലാർജ് സൈസ് ആയിട്ടുള്ള ബിഗ് ബോൺസായി ആണ് നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്നത്. അപ്പോൾ ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ മൾട്ടിപ്പിൾ ഹെഡായിട്ടാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാൻ പറ്റും. ഇത് കണ്ടില്ല, വളരെ മനോഹരമായിട്ടുള്ള ഫൈക്കസ് മൈക്രോ കാർപ്പയുടെ പ്ലാന്റാണ് ഈ കാണുന്നത്. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രഞ്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രങ്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീട്ടിലുള്ള ഒരു ചെടി വെക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അധികം ആളുകളും കൂടുതൽ ബോൺസായിനോട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ഇനിയും സ്റ്റോക്ക് ഒത്തിരി വരാനുണ്ട് ബോൺസായികളൊക്കെ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോൺസായി പ്രേമികളാണെങ്കിൽ നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫൈക്കസിൻ്റെ ബോൺസായൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഞങ്ങളുടെ അബിയ ഗാർഡൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് പോയി കഴിഞ്ഞാൽ ഞാനൊരു 1-2 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുരാന്ത എറക്റ്റ എൻ്റെ പുറകിൽ കാണുന്ന മെക്സിക്കോൻ്റെ പ്ലാന്റാണിത്. വളരെ ഇത് കണ്ടില്ലേ, മൾട്ടിപ്പിൾ ഹെഡ് ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 15 to 20 years ഏജ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ ദുരാന്ത എറക്റ്റ എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു കേരളത്തിലൊന്നും അധികം ഈ സാധനം ഇറങ്ങിയിട്ടില്ല. വളരെ റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ ദുരാന്ത എറക്റ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഈ 15 years to 20 years ആയിട്ടുള്ള ബിഗ് സൈസ് ബോൺസായി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ചൈന ഇമ്പോർട്ടഡ് പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് അബിയ ഗാർഡനിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ബോൺസായിനെ ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട്. അതായത് സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് അബിയ ഗാർഡനിൽ വരാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ബോൺസായി ഇത് രണ്ടാണ്. ദുരാന്ത എറക്റ്റ ഉണ്ട്, ഫൈക്കസ് മൈക്രോ കാർപ്പയുടെ ബിഗ് സൈസ് പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തൊരു പ്ലാന്റ് നമ്മൾ കാണിക്കുന്നത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇന്ന് നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് ടെർമിനേലിയ മെൻറ്റാലി എന്ന് പറഞ്ഞ പ്ലാന്റ്. ആ ടെർമിനേലിയ മെൻറ്റാലിയിൽ എനിക്ക് തോന്നുന്നു 2 ടൈപ്പ് ടെർമിനേലുകളുണ്ട്. അതിലൊന്ന് ഗ്രീനാണ് വരുന്നത്, ഒന്ന് വേരിഗേറ്റഡ് ആണ് വരുന്നത്. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ നിങ്ങൾ സാധാരണ നമുക്ക് മാക്സിമം സൈസ് എന്ന് പറഞ്ഞത് ഒരു 21 സൈസാണ് നിങ്ങൾ പല നഴ്സറികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതിലും വ്യത്യസ്തമായിട്ട് നമ്മൾ 30 കവർ സൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന ലാർജ് ക്വാണ്ടിറ്റി 1, 2, 3, 10 പീസല്ല, ഇഷ്ടം പോലെ നിങ്ങൾക്ക് എത്ര വേണ്ട അത്രയധികം സ്റ്റോക്ക് ശരിക്കും ടെർമിനേറ്റ്. നിങ്ങൾ ഇതിൻ്റെ ട്രഞ്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, ഇത്രയും നല്ല ട്രഞ്ചായിട്ടുള്ള നല്ല തടിയുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു 20 ഫീറ്റോളം
15 to 20 ഫീറ്റോളം പൊക്കത്തിലുള്ള ലാർജ് സൈസ് ടെർമിനൽ ഗ്രീനിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ലാൻഡ്സ്കേപ്പിംഗ് പ്രോജക്റ്റിലൊക്കെ ഗാർഡൻ വർക്കേഴ്സിനോ അതേപോലെ തന്നെ പുതിയ വീട് വെക്കുന്ന ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം. അത്ര നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം, ഇഷ്ടം പോലെ ക്വാണ്ടിറ്റി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ടെർമിനലിയുടെ മരമാണ് 30-30 30-30 കവർ സൈസാണ് ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ 15 to 20 ഫീറ്റ് ഹൈറ്റിലുള്ള നല്ല വെൽ ട്രെഞ്ചഡ് ആയിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റ് നമ്മളിവിടെ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് 6500 റുപ്പീസിനാണ് ഈ ബിഗ് സൈസ് പ്ലാന്റ് നമുക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ 21 സൈസ് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ പ്രൈസും കൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് 6500 30-30 പ്ലാന്റ് ആണ്. ലാർജ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നിങ്ങൾക്ക് ഇതേണ്ട എന്തൊരു തണലാണ് ഇതിൻ്റെ ചോട്ടിൽ വന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ടെർമിനേലിയ മെൻറ്റാലി എന്ന് പറഞ്ഞ പ്ലാന്റ്. പിന്നെ ഇതാണ് നമ്മുടെ ഡേറ്റ് പാം. നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ് പാമിൻ്റെ നമുക്കിപ്പോൾ ഒത്തിരി സ്റ്റോക്കുകളുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15ഓളം പ്ലാന്റ്സ് നമുക്ക് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ട്രഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 6 ഫീറ്റ് ട്രഞ്ച്, അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. അപ്പോൾ 6 ഫീറ്റ് ട്രങ്കുള്ള അത്യാവശ്യം നല്ല വണ്ണമുള്ള സൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 7500 റുപ്പീസാണ്. ഇതിന് റേറ്റ് വരുന്നത് 7500. ഗാർഡനിൽ ഏറ്റവും കൂടുതൽ ഗാർഡൻ മനോഹരമാക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബ്ലാക്ക് ഫൈക്കസിൻ്റെ വെറൈറ്റികൾ. അതിൽ തന്നെ ബ്ലാക്ക് ഫൈക്കസ് എന്നാണ് ഇതിന് പറയുക. ഇത് കണ്ടില്ലേ, ഇത് ബ്ലാക്ക് ഫൈക്കസിൻ്റെ അത്യാവശ്യം നല്ല ഷേപ്പ്ഡ് ആയിട്ടുള്ള ഏജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമ്മൾ സ്മോൾ സൈസ് അല്ല, 21 കവറല്ല, 30 ഇത് കണ്ടില്ലേ 30 കവർ സൈസ് ആണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോളൂ. ഇത് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട ഇത്രയും വലിയ സൈസാണ് ഈ 30 കവർ സൈസിലിരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റ് ആണ്. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5500 റുപ്പീസിനാണ് 30 കവർ സൈസ് കൊടുക്കുന്നത്. ഇതിൻ്റെ 21 സൈസ് 15-16 എല്ലാം നമുക്ക് നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ്. ഒന്നൊന്നായിട്ട് നമ്മൾ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. സാധാരണ ന്യൂഡേ ഫൈക്കസിലാണ് മൾട്ടി ഹെഡ് നമ്മൾ കൂടുതൽ നമ്മുടെ വീടുകളിലൊക്കെ ആളുകൾ കൊണ്ടുപോകുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ഫൈക്കസിൻ്റെ തന്നെ മൾട്ടി ഹെഡ് ഇത് കണ്ടില്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് മൾട്ടി ഹെഡ് ആയിട്ടുള്ള ഏകദേശം ഒരു 8 അടിയോളം പൊക്കമുള്ള ഇതിൻ്റെ കവർ സൈസ് എന്ന് പറഞ്ഞത് 25 ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. 21 അല്ല, 25 കവർ സൈസിലിരിക്കുന്ന ഫൈക്കസ് ബ്ലാക്കിൻ്റെ മൾട്ടി ഹെഡാണ് 6500 റേഞ്ച് വരുന്ന ഫൈക്കസ് ബ്ലാക്കിൻ്റെ മൾട്ടി ഹെഡാണ് ഈ ഇരിക്കുന്നതല്ല. ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ഇത് കണ്ടില്ലേ ന്യൂഡേ ഫൈക്കസിൻ്റെ ഇത് കണ്ടില്ലേ ചെറിയൊരു മൾട്ടി. ഇതൊക്കെ നമ്മൾ 6000 റേഞ്ചിലാണ്, 6000 രൂപ. ഇതിൻ്റെ മൾട്ടി ഹെഡ് 6000 റേഞ്ചിൽ വരുന്ന ന്യൂഡേ ഫൈക്കസിൻ്റെ മൾട്ടി ഹെഡാണ്. ഇതൊക്കെ ഒരു 21 കവർ സൈസ് 6000 രൂപ റേഞ്ചിലാണ് നമ്മളിതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതാണ് ഞാൻ നേരത്തെ ടെർമിനേലിയ ഗ്രീന് കാണിച്ചു. ഇതാണ് നമ്മുടെ ടെർമിനേലിയ മെൻറ്റാലിയുടെ വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. എൻ്റെ പുറകിൽ 50-100 എത്ര വേണം ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഈ സൈസ് എന്ന് പറഞ്ഞത് 21 കവർ സൈസ് ഇത് കണ്ടില്ലേ 21 കവർ സൈസ് തന്നെയാണ്. പക്ഷേ ഇതിനൊരു 3 to 4 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. 3 to 4 അടി സ്റ്റെപ്പുള്ള ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു എന്നേക്കാളും പൊക്കമുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഞാനൊരു 5.7 ആണ് എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത്. ഇത് ഏകദേശം ഒരു 6 ഫീറ്റോളം ഉണ്ടാവും. അപ്പോൾ ഒരു 5.5 to 6 അടി പൊക്കമുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് വെറും 5000 റുപ്പീസിന്. ടെർമിനലെ വെരിഗേറ്റഡ് ഇവിടെ കൊടുക്കുന്ന റേറ്റ് വെറും 5000 രൂപ. ഇതിൻ്റെ അടുത്ത സൈസ് നമ്മൾ ഉടൻ തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. പല റേഞ്ചിലായിട്ടുള്ള ടെർമിനലെ വെരിഗേറ്റഡ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ന്യൂഡേ ഫൈക്കസിൻ്റെ തന്നെ മൾട്ടി ഹെഡ് ഏകദേശം 10 അടിയിൽ മേലെ പൊക്കമുള്ള വലിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് ഒരു 6 അടി 7 അടി പൊക്കമുള്ള പ്ലാന്റ് നമ്മളിവിടെ കൊടുക്കുന്നത് 6500-നാണ്. ഈ ഒരു 10 അടി പൊക്കമുള്ള ഏകദേശം ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ എണ്ണി കാണിച്ചു തരാം. ഇത് കണ്ടില്ല 1 2 3 4 5 6 7 8 9 10 11 12ഓളം സ്റ്റെപ്പ് ഈ ഒരു പ്ലാന്റിലുണ്ട്. ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് 10,000 റുപ്പീസിനാണ്. അത്യാവശ്യം നല്ല മെച്ചോർഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. അതാണ് ന്യൂഡേ ഫൈക്കസ് മൾട്ടി ഹെഡിൻ്റെ 20 to 22 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റാണ്. 10,000 റുപ്പീസ്. ഇതിൻ്റെ 21 നമ്മൾ 6500-നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മുടെ കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന ക്യൂബൻ സീഗർ എന്ന് പറയുന്ന ബൊട്ടാനിക്കൽ നെയിമിൽ ക്യൂബൻ സീഗർ എന്ന് പറയും. കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന ലാൻഡ്സ്കേപ്പിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് മറ്റുള്ള ചെടികൾ പോലെ തന്നെ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇത് ബോർഡർ കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫെൻസിങ് കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭംഗി വരുന്നത്. നമ്മൾ സിംഗിളായിട്ട് വെക്കുമ്പോൾ അധികം ഭംഗി തോന്നില്ല. പക്ഷേ ഇതിൻ്റെ ലീഫിന് ഇത് നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെൻസിങ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ഗ്രീനറി എന്ന് പറഞ്ഞ് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല, ഇതിൽ ഏകദേശം 13 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 5 ഫീറ്റ്, അതേപോലെ തന്നെ 6 ഫീറ്റ്, ഇതാ വലിയ ലാർജ് സൈസുള്ള പ്ലാന്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈസൊക്കെ 380 റുപ്പീസിന് നമ്മൾ കൊടുക്കുന്നത്. ഒരു പ്ലാന്റിൽ ഏകദേശം ഒരു 3-4 ഷൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇത് ഓരോ പ്ലാന്റിൽ ഇതേപോലെ 1, 2, 3, 4 ഷൂട്ടുകളൊക്കെ ഓരോ പ്ലാന്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്ത് എടുക്കാം. 380 രൂപ. ഇതിൻ്റെ ചെറിയ സൈസ് വരുന്നത് 100 റുപ്പീസ് മുതൽ നമുക്കൊരു 2 ഫീറ്റ് 2.5 ഫീറ്റ് ഉള്ളത് നമുക്കിവിടെ ഒരു 100 റുപ്പീസിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്തൊരു വെറൈറ്റിയാണ് നമ്മുടെ ഹെലിക്കോണിയുടെ വെറൈറ്റീസാണ് നമ്മൾ കാണിക്കുന്നത്. ഹെലിക്കോണിയിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇത് എൻ്റെ ഈ പുറകിൽ നിൽക്കുന്ന ഏകദേശം ഒരു 6 ഫീറ്റ് ടോളായിട്ടുള്ള ഹെലിക്കോണിയ റോസ്ട്രേറ്റ അഥവാ ലോബ്സ്റ്റർ ക്ലോ എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റിയാണ് ഹെലിക്കോണിയുടെ. ഇത് ഇപ്പോൾ നമ്മൾ നല്ല ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് ഈ ഹെലിക്കോണിയുടെ ഈ വെറൈറ്റി. ഇതിൽ തന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ നല്ല റെഡിഷ് ഫ്ലവറാണ്. ചെറിയ യെല്ലോയിഷും റെഡിഷും കൂടിയിട്ടുള്ള ഒരു ഫ്ലവറാണ് ഇതിന് വരുന്നത്. നല്ല സ്പൈറലായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്കൊരു സ്ക്രീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, ഒരു ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഓപ്ഷൻ ആയിട്ടുള്ള പ്ലാന്റാണ് ഹെലിക്കോണിയ വെറൈറ്റീസ്. ഹെലിക്കോണിയ ഇത് അത്യാവശ്യം നല്ല ടോളായിട്ട് പോകുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സെക്സി പിങ്ക് ഉണ്ട്, അതേപോലെ തന്നെ വിൻസെൻ്റ് റെഡ് ഉണ്ട്, പിന്നെ യെല്ലോ ഉണ്ട്, വാട്ടർ ഹെലിക്കോണിയ ഉണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ നഴ്സറിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 380 റുപ്പീസ്, 380 രൂപക്കാണ് നമ്മൾ റോസ്റ്റ് റേറ്റ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റാഫിസ് എക്സെൽസ അഥവാ ഫിംഗർ പാം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റാണ് ഇത്. ഇത് 13 കവർ സൈസാണിത്. ഇത് നമ്മൾക്ക് ഇവിടെ റേറ്റ് കൊടുക്കുന്നത്, റീറ്റെയിൽ റേറ്റ് കൊടുക്കുന്നത് 280 റുപ്പീസിനാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, 280 രൂപ. ഇതിൻ്റെ നമുക്ക് 15/16 കവർ ഉണ്ട്, 21 ഉണ്ട്, 25 ഉണ്ട്, 30 വളരെ ഡിഫറെൻറ്റ് സൈസുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നഴ്സറിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 280 റുപ്പീസിനാണ് നമ്മൾ റീറ്റെയിൽ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് വളരെ റയറായിട്ടുള്ള പ്ലാന്റാണ്. ഒരുവിധം ഇപ്പോൾ നമ്മുടെ നഴ്സറിലൊക്കെ ഇറങ്ങി തുടങ്ങണുള്ളൂ. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിംഗർ പാമിൻ്റെ വേരിഗേറ്റഡ് ആണ്. ഇത് കണ്ടില്ലേ, ഈ വേരിഗേഷൻ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇത് 15-16 കവറാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1300-നാണ് നമ്മൾ ഈ വേരിഗേറ്റഡ് 1300-നാണ് ഫിംഗർ പാമ്പിൻ്റെ വേരിഗേറ്റഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഫിംഗർ പാമ്പിൻ്റെ നല്ല ഗ്രീനിഷ് ആയിട്ട് ശരിക്കും നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെമി ഷെയ്ഡ് അല്ലെങ്കിൽ സെമി ഷെയ്ഡായിട്ട് കൊടുക്കുന്നതാവും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 60% വെയിൽ ഉള്ള സ്ഥലത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രീനായിട്ട് നിൽക്കുന്നത്. ഈ പക്ക ഔട്ട്ഡോർ വെക്കുമ്പോൾ ഈ ഫിംഗർ പാമ്പ് ഞാൻ പല സ്ഥലത്തും നമ്മുടെ സൈറ്റുകളിലൊക്കെ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ അതിന് ശരിക്കും ഒരു ഇലക്ക് കരിച്ചിൽ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം വെയിൽ താങ്ങാൻ പറ്റാത്ത ഒരു പ്ലാന്റാണ് ഈ റാഫീസ് എക്സെൽസ അഥവാ ഫിംഗർ പാം എന്ന് പറഞ്ഞാൽ. അത് സെമി ഷെയ്ഡായിട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഭംഗിയിൽ തന്നെ ഈ പ്ലാന്റ് നല്ലൊരു ഗ്രീനറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് റെഡർമാച്ചറ സിനിക്ക എന്ന് പറയുന്ന ബൊട്ടാനിക്കൽ നെയിമിൽ റെഡർമാച്ചറ എന്നറിയപ്പെടുന്ന നമ്മുടെ ഇവിടെ കേരളത്തിൽ ചൈന ഡോൾ എന്ന് കൂടെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ എൻ്റെ പുറകിൽ വലിയ സൈസ്, ചെറുതല്ല, ബിഗ് സൈസ്, ഏകദേശം 25 കവർ സൈസിലിരിക്കുന്ന ഇതാണ്ടില്ല. ഈ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ നിങ്ങൾ, ഇതാണ് ഇത്രയും വലിയ സൈസ് പ്ലാന്റ് നമ്മുടെ നഴ്സറിൽ നമ്മൾ കൊടുക്കുന്നത് 3000 റുപ്പീസാണ്. 3000 റുപ്പീസ് 25 കവർ സൈസിലിരിക്കുന്ന 10 ഫീറ്റോളം പൊക്കമുള്ള വെരി ബുഷായിട്ടുള്ള മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ലാർജ് സൈസ് വേണ്ടവർ തീർച്ചയായിട്ടും ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത സൈസ് എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 16 ഇഞ്ച് പോട്ടിലിരിക്കുന്ന ഒരു 7 ഫീറ്റ് ആയിട്ടുള്ള നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് നമ്മളിവിടെ കൊടുക്കുന്നത് 1000 റുപ്പീസിനുള്ള റെഡർമാച്ചറുടെ പ്ലാന്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ അടുത്ത സൈസ് റെഡർമാച്ചറുടെ അടുത്തൊരു സൈസാണ് ഈ 21 കവർ സൈസിലിരിക്കുന്ന ഒരു 8 ഫീറ്റോളം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് നമ്മളിവിടെ കൂടെ 1500 റേഞ്ചിലുള്ളതുണ്ട്. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് 100 റുപ്പീസ് മുതൽ 250, 350 ഏത് റേഞ്ച് വേണമെങ്കിലും റെഡർമാച്ചറുടെ ഒത്തിരി സൈസിലുള്ള പ്ലാന്റ്സ് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഹെലിക്കോണിയിൽ നമ്മൾ ലോബ്സ്റ്റർ ക്ലോ അഥവാ റോസ്റ്ററേറ്റ് നമ്മൾ നേരത്തെ കാണിച്ചു. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു വാട്ടർ ഹെലിക്കോണിയ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വാട്ടർ ഹെലിക്കോണിയയുടെ ഇത് നമുക്ക് ഇൻഡോറൊക്കെ വെക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റാണ് ഈ വാട്ടർ ഹെലിക്കോണിയ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ബിഗ് സൈസ് പ്ലാന്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. 1800 റേഞ്ച് വരുന്നത്. ഇതിൻ്റെ പോട്ട് സൈസ് കണ്ടോളൂ, ഇത് കണ്ടില്ല, ഇത്രയും വലിയ പോട്ട് റൗണ്ട് ഷേപ്പിലുള്ള പോട്ടിലുള്ള പ്ലാന്റാണ് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റാണ് 1800 റേഞ്ചിനാണ്
നമ്മളിവിടെ റീറ്റെയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സ്റ്റോക്ക് ഇതാ അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇനിയും സ്റ്റോക്ക് വരാണ്ട്. അപ്പോൾ 100 200 എത്ര പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയറിലൊക്കെ വെക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്ലാന്റാണിത്. നമ്മുടെ ബേഡ് ഓഫ് പാരഡൈസ്, വൈറ്റ് കളറാണ്. സ്റ്റെർലീസിയ നിക്കോള എന്ന് ബൊട്ടാനിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് പറയുന്നതാണ് ബേഡ് ഓഫ് പാരഡൈസ് എന്ന്. ബേഡ് ഓഫ് പാരഡൈസിൻ്റെ വൈറ്റ് കളർ ഫ്ലവറാണിത്. പിന്നെ കൂടാതെ തന്നെ ബേഡ് ഓഫ് പാരഡൈസിൽ വേറൊരു ടൈപ്പും കൂടി ഉണ്ട്, ഔട്ട്ഡോറും ഉണ്ട്. ഇത് ഇൻഡോർ ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈസ് എന്ന് പറഞ്ഞത് നമുക്ക് ഏകദേശം ഒരു 3 to 4 ഫീറ്റ് വരുന്ന പ്ലാന്റ് നമ്മൾ 1000 റുപ്പീസിനും, ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് കണ്ടില്ല, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ വാട്ടർ എലിക്കോണോട് ചേർന്നിരിക്കുന്ന അടുത്ത സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ജംബോ സൈസ് പ്ലാന്റ് നമ്മുടെ 20 ഇഞ്ച് പോട്ടിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഞങ്ങൾക്ക് തരാൻ പറ്റും. അത് കണ്ടില്ല, ഇതൊക്കെ ബേഡ്സ് ഓഫ് പാരഡൈസ് വൈറ്റിൻ്റെ വലിയ പ്ലാന്റ്സുകൾ നമുക്ക് ഒത്തിരി നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഫൈക്കസ് ലെറാറ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫിഡൽ ലീഫ് ഫിഗ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ പ്ലാന്റാണ് 21 കവർ സൈസിലിരിക്കുന്ന ഏകദേശം ഒരു 9 അടിയോളം പൊക്കമുള്ള ബിഗ് സൈസ് പ്ലാന്റ്. നല്ല ഇത് ഡോർഫ് വെറൈറ്റി. ഫിഡൽ ഫിഗിൽ ചിലർക്ക് അത് അറിയില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 2 ടൈപ്പ് വരുന്നുണ്ട്. ഒരു ഡോർഫ് അല്ല ട്വിസ്റ്റ് ആയിട്ടുള്ള ഡോർഫ് വെറൈറ്റി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ഇതിൻ്റെ നല്ല ബിഗ് ലീഫ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഈ പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് 1800, ഏകദേശം ഒരു 10 അടിയോളം പൊക്കമുണ്ട്. അതേ ഈ ഡോർഫ് വെറൈറ്റി നമ്മൾ കൊടുക്കുന്നത് ഏകദേശം 2000 റുപ്പീസിനാണ് നമ്മൾ ഡോർഫ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 3 മാസം മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഒത്തിരി പേര് എൻക്വയറി ചെയ്ത ഒരു പ്ലാന്റാണ്. ഇത് ഏത് പ്ലാന്റാണെന്ന് വെച്ചിട്ട് നമ്മൾ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് വന്ന് കൊണ്ടുപോയി. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു ഗാർഡനിൽ ഏറ്റവും കൂടുതൽ ആണ് ഈ ആർക്കിടെക്ട്സൊക്കെ പ്ലാന്റ്സ് സജസ്റ്റ് ചെയ്യുന്ന പ്ലാന്റാണ് ബ്രേസിയ ആക്ടിനോഫില എന്ന് പറയുന്ന പ്ലാന്റാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത്. ഇതിന് ഓസ്ട്രേലിയൻ അംബ്രല്ല ട്രീ എന്നും കൂടെ ഇതിന് മറ്റൊരു പേരുണ്ട്. അപ്പോൾ ഇതാണ് ബ്രേസിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 അടിയോളം പൊക്കമുള്ള ഈ പ്ലാന്റ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 2000 റുപ്പീസിനാണ് നമ്മളിവിടെ റീറ്റെയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നഴ്സറിയിൽ എല്ലാ പ്ലാന്റ്സും ഹോൾസെയിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 130 റീറ്റെയിൽ നഴ്സറിക്കാർ നമുക്കുണ്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഗാർഡൻ വർക്കേഴ്സ് ഒരുപാട് പേര് ഇവിടെ വന്ന് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും പുതിയ ഹോൾസെയിലേഴ്സിന്, അതായത് റീറ്റെയിൽ നഴ്സറി നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടാം. എല്ലാ വെറൈറ്റി പ്ലാന്റ്സും കൂടാതെ തന്നെ നമ്മുടെ ഫാമിൽ ഒത്തിരി പ്ലാന്റ്സ് നമുക്കുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് തരാൻ പറ്റും. ഇത് ഈ അടിയിലിരിക്കുന്ന ഈ പ്ലാന്റ്സ് ആണ് ഇത് ഫിലോഡെൻഡ്രൻ സെല്ലം എന്ന് പറഞ്ഞ വെറൈറ്റീസാണ്. അതായത് മോൺസ്റ്ററൊക്കെ പോലെ തന്നെ മോൺസ്റ്റർ ഡെലിക്കോഷൻ്റെ കൂടെ നമുക്കൊരു കോമ്പിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നല്ല വെയിലത്ത് ഒരിക്കലും ഇത് സൂറ്റബിൾ അല്ല. ഏകദേശം ഒരു 70% ഷെയ്ഡ് വേണം. അതായത് തണലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പ്ലാന്ററിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് ഫിലോഡെൻഡ്രൻ സെല്ലം എന്ന് പറഞ്ഞ പ്ലാന്റ്. അതേപോലെ തന്നെ ഫിലോഡെൻഡ്രൻ സെനഡുവിൻ്റെ ഇത് രണ്ടും നല്ല കോമ്പിനേഷനുള്ള പ്ലാന്റാണ്. നല്ല പ്ലാന്റ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. 100 200 എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഞങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ ഇതാണ് മലേഷ്യൻ ഡ്രാക്കോ ഡ്രസ്സിനയുടെ വെറൈറ്റിയാണ്. മലേഷ്യൻ ഡ്രാക്കോ ഡ്രസ്സിന 3 in 1 ആണ്. 3 in 1 ഉദ്ദേശിക്കുന്നത് ഒരു പോട്ടിൽ ഏകദേശം 3 പ്ലാന്റാണ്. ഇത് കണ്ടില്ല, ഇതിപ്പോൾ 3 പ്ലാന്റാണ് ഒരു പോട്ടിൽ വരുന്നത്. അതാണ് 3 in 1 എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് 2300 രൂപയാണ്. 2300 റേഞ്ചിലാണ് നമ്മൾ റീറ്റെയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോൾസെയിൽ എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഹോൾസെയിൽ തീർച്ചയായിട്ടും ഗാർഡൻ വർക്കേഴ്സ് നഴ്സറിക്കാർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ നഴ്സറിയിൽ. പിന്നെ കൂടാതെ തന്നെ മലേഷ്യൻ ഡ്രാക്കോടെ മൾട്ടി ഹെഡ് ഉണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് അതിൻ്റെ പ്ലാന്റ് കാണിച്ചു തരാം. ഇതാണ് മൾട്ടി ഹെഡ്, മലേഷ്യൻ ഡ്രാക്കോൻ്റെ മൾട്ടി ഹെഡ് വരുന്നത്. ഇത് നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ്. 8500-നാണ് റീറ്റെയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിലൊക്കെ ഒരുപാട് ഈ പ്ലാന്റൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഗാർഡൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇതൊക്കെ ഒരുപാട് സ്റ്റോക്കാണ് നമ്മുടെ നഴ്സറിയിലുള്ളത്. പിന്നെ ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മോൺസ്റ്ററുടെ ഡെലിക്യൂഷ്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ലാർജ് സൈസ്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 to 12 ഫീറ്റോളം ആയിട്ടുള്ള 24 ഇഞ്ച് പോട്ടിലിരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റാണ്. ഇതിൻ്റെ ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇതാണ് യുജീനിയ. ഇന്ന് എനിക്ക് തോന്നുന്നു യുജീനിയ എന്ന് പറഞ്ഞ പ്ലാന്റ് കോമൺ ആയിട്ട് തുടങ്ങി. കാരണം ഏതൊരു വീട് എടുത്താലും ഒരു 70% വീടുകളിലും യുജീനിയ ഇല്ലാത്തൊരു വീടുണ്ടാവില്ല. കാരണം ആ പ്ലാന്റിൻ്റെ ഭംഗി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ മെയിൻ്റനൻസ് കുറവാണ്. പിന്നെ അതല്ല, ഇത് നല്ല
നല്ല റെഡിഷ് കളറായിട്ട് വരും. എനിക്ക് തോന്നുന്നു നല്ല വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റെഡിഷ് കളറായിട്ട് വരും. ഇത് നാരോ ലീഫാണ്. യുജീനെ നമുക്ക് 60 രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 60 ഉണ്ട്, 150, 250, അതുപോലെ 500, 900, 1500, അങ്ങനെ ഏത് 2000 ഏത് റേഞ്ച് വേണമെങ്കിലും നമുക്ക് നമ്മുടെ നേഴ്സറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ നേഴ്സറിൽ. പിന്നെ കൂടാതെ ഒരുപാട് എല്ലാ സൈസും നമുക്ക് അവൈലബിളാണ്. ഇതാണ് യൂക്ക സിൽവർ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് 21 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റാണ്. 1000 റുപ്പീസിന് നമുക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ 13 കവർ സൈസ് ഉണ്ട്. 250 റേഞ്ച് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ ഇത് പാണ്ട ഫൈക്കസ് പാണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോൾഡൻ ലീഫായിട്ടുള്ള, അത് ഗോൾഡൻ കളറാണ്. ഇതിൻ്റെ തന്നെ ഗ്രീൻ കളർ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഫൈക്കസ് പാണ്ടയുടെ 21 കവർ സൈസിലിരിക്കുന്നത്. ഇത് കണ്ടില്ല, 21 കവർ സൈസിലിരിക്കുന്ന നല്ല ബുഷായിട്ടുള്ള വെൽ മെയിൻറ്റൈൻ ആയിട്ടുള്ള പ്ലാന്റാണ്. 1000 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് 13 സൈസ് 150, അതേപോലെ 500, 1500, അങ്ങനെ പല റേഞ്ചിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് കൊളറോമ എന്ന് പറഞ്ഞ പ്ലാന്റ്. കൊളറോമ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് 50 രൂപ മുതൽ നമ്മുടെ നഴ്സറിലുണ്ട്. പിന്നെ ഇത് വലിയ പ്ലാന്റ് വരുന്നത് ഒരു 3 in 1 എന്നൊക്കെ പറയാം. 3 in 1 പ്ലാന്റ് വരുന്നത് നമുക്ക് 900 റുപ്പീസ് റേഞ്ചിൽ വരുന്ന പ്ലാന്റാണ്. പിന്നെ ഇത് വിച്ച്മേരി ഗ്രീന്, വിച്ച്മേരി ഗോൾഡ് ഉണ്ട്, വിച്ച്മേരി ഗ്രീനും ഉണ്ട്. അപ്പോൾ വിച്ച്മേരി ഗ്രീനിൻ്റെ നമുക്ക് 21 കവർ സൈസിലിരിക്കുന്ന നല്ല ട്രങ്ക് ആയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള നല്ല ട്രഞ്ചുള്ള പ്ലാന്റാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 25 സൈസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് വരുന്നത് 1350 റേഞ്ചിലാണ് നമ്മൾ 21 കവർ സൈസ് കൊടുക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ല, ഗോൾഡൻ ബാമ്പ് നമ്മുടെ നഴ്സറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ 100, 200, 300 ഇതിൻ്റെ പല സൈസിൽ തരാം കേട്ടോ. 21, 25, 15, 16, 13, 13 ഏത് സൈസ് ഗോൾഡൻ ബാമ്പ് വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ വിച്ച്മേരി ഗോൾഡിൻ്റെ വലിയ സൈസ്. ഇത് കണ്ടില്ലേ, വിച്ച്മേരി ഗോൾഡിൻ്റെ ബിഗ് സൈസ് പ്ലാന്റാണ്. 2500 റേഞ്ച് വരുന്നതാണ്. ഇതിൻ്റെ അടുത്ത് കുറഞ്ഞ റേഞ്ചിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വിച്ച്മേരി ഗോൾഡ് എനിക്ക് തോന്നുന്നു ചെറിയ പ്ലാന്റ് നമുക്ക് 200 രൂപ തൊട്ട് നമ്മുടെ നഴ്സറിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്ത റേഞ്ച് വരുന്നത് നമുക്ക് 1200, 2500. ഇതിൻ്റെ വലുതുണ്ട്, 15,000 പ്ലാന്റ് 30 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു ടെർമിനാലിയ എന്ന് പറഞ്ഞ പ്ലാന്റ്, ടെർമിനാലിൻ്റെ വെരിഗേറ്റഡ്. അതിൻ്റെ വലിയ സൈസ് ഇത് കണ്ടില്ലേ, ഇത് ബിഗ് സൈസ് പ്ലാന്റ്, ഏകദേശം ഒരു 8 അടി 9 അടി പൊക്കമുള്ള 7000 റുപ്പീസിനാണ് നമ്മൾ റീറ്റെയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോൾസെയിലേക്ക് കോൺടാക്ട് ചെയ്യുക, ഇഷ്ടം പോലെ സ്റ്റോക്ക്. ഇതൊക്കെ ടെർമിനൽ, ഇത് കണ്ടില്ലേ, ഇത് ഫുള്ളായിട്ട് ടെർമിനലുടെ സ്റ്റോക്കാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ ബോട്ടിൽ പാം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവന്യൂ ട്രീസ് മാത്രമായിട്ട് നമ്മൾ കാണിക്കാം. നമുക്ക് ഒരു വലിയൊരു സെക്ഷൻ തന്നെ നമുക്ക് അവന്യൂ ട്രീസിൻ്റെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫിലീഷ്യം ഡെസിപ്പിൻ എന്ന് പറയുന്ന അവന്യൂ ട്രീസ് ആണ്. നിങ്ങൾക്കത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന, ആർക്കിടെക്ട്സ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന പ്ലാന്റാണ്. ഫിലീഷ്യം ഡെസിപ്പിൻ ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വലിയ പ്ലാന്റ് ആട്ടോ, ബിസ്മാർക്കിയ നോബിലിസ് എന്ന് പറയുന്ന വലിയ പ്ലാന്റാണിത്. ചെറുതല്ല, നല്ല അത്യാവശ്യം സൈസറായിട്ടുള്ള ഈ 25 കവറിലിരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റ്. ഇത് നമ്മൾ 2500 കൊടുക്കുന്നത്. ഇതിൻ്റെ ചെറിയ പ്ലാന്റൊക്കെ നമുക്കൊരു 500,000 റേഞ്ചിലൊക്കെ നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് അങ്ങോട്ട് കാണിക്കാം. ഇതാണ് നമ്മുടെ ലജസ്ട്രോമിയയുടെ വലിയ പ്ലാന്റ്, 25 കവർ സൈസ് ഇരിക്കുന്നത്, 2500. ഇതൊക്കെ അവന്യൂ പ്ലാന്റ്സ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ത്യൻ ആൽമണ്ട്, പലർക്കും അറിയാം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ആൽമണ്ട്, 25 കവർ സൈസ്, 2500 റേഞ്ചാണ്. ഇതിൻ്റെ 21 ഒക്കെ ഉണ്ട്, 1500 ആ റേഞ്ച് വരുന്ന പ്രൈസിലുള്ളതുണ്ട്. പിന്നെ ഇത് മൊമസോപ്പി എലങ്കി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇതാണ് എലങ്കി, ഇതാണില്ലേ, എലങ്കിയുടെ വലിയ പ്ലാന്റുകളായിരിക്കുന്നത്, 1500 ഉണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി അവന്യൂ പ്ലാന്റ്സ്. അതേപോലെ തന്നെ ബോട്ടിൽ ബ്രഷിൻ്റെ ഒക്കെ വലിയ പ്ലാന്റുകൾ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ നഴ്സറിൽ. ഇതൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1300, 1200 ആ റേഞ്ചിലാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് റെഡ് പാമാണ്. റെഡ് പാമ്പിൻ്റെ ഒക്കെ നമ്മൾ വിലത് 500 രൂപ റേഞ്ചിലാണ് 21 കവർ സൈസ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ഹൈറ്റുള്ള റെഡ് പാമ്പൊക്കെ നമുക്കിവിടെ അവൈലബിൾ പറഞ്ഞ ഒരു 350 രൂപ, ഒരു 6 അടി 7 അടിയൊക്കെയുള്ള പ്ലാന്റ്, അത് 350 ആ റേഞ്ചിലൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്കറിയാം, ഇതാണ് കെൻഡിയ പാമ്പിൻ്റെ 13 കവർ സൈസാണിത്. പിന്നെ അതേപോലെ തന്നെ അരേക്ക ലൂട്രൻസിൻ്റെ ഒത്തിരി സ്റ്റോക്ക്. ഇതുണ്ടല്ലേ, ഇത് ഫുള്ളായിട്ട് അരേക്കൻ്റെ വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഒരു 5 അടി ഒക്കെ ആയിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ് 280 റുപ്പീസിനാണ് ഒരു 5 അടി 6 അടിക്കുള്ള പ്ലാന്റ്. നമ്മൾ ഇത് കംപ്ലീറ്റ് അരേക്ക ലൂട്രൻസിൻ്റെ പ്ലാന്റാണത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അശോക പ്ലാന്റ്. അശോകൻ്റെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വലിയ ക്വാണ്ടിറ്റി നമ്മൾ ലോഡ് ചെയ്യുന്നു, ഒത്തിരി എൻക്വയറി വന്ന പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഈ ഡസ്റ്റൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ബോർഡറായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. ഈ പൊടി
പൊടിയൊക്കെ തടയാൻ വേണ്ടിയിട്ട് വാഹനങ്ങളുടെ പൊടികളും അതുപോലെ റോഡിൽ നിന്ന് വരുന്ന മലിനമായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാന്റാണ് ഈ അശോക എന്ന് പറഞ്ഞത്. അരണമരം എന്നൊക്കെ മലയാളത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ പ്ലാന്റ് 150 രൂപ, ഇതാ ഒരു 5 അടി 6 അടിയൊക്കെ ഉണ്ട് 150 രൂപ. പിന്നെ അതിൻ്റെ വലിയ സൈസുകളൊക്കെ ഉണ്ട് കേട്ടോ, 900 രൂപ റേഞ്ച് വരുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഗോൾഡൻ ബാമ്പുവിൻ്റെ ഒരു 1500 രൂപ വരുന്ന. പിന്നെ അതേപോലെ തന്നെ പെയിൻറ്റിങ് ബാമ്പു ഇപ്പോൾ ചൂടാവുമ്പോൾ ഈ പെയിൻറ്റിങ് ബാമ്പിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ ഇലക്കൊരു കരിച്ചിൽ വരും. അതാണ് ഇപ്പോൾ ഈ ഇല കരിഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വളരെ ചെടികൾ കിട്ടാനും കുറച്ച് പാടാം. മഴക്കാലം ആയി കഴിഞ്ഞാൽ നല്ല ഭംഗി, ഇത്രയും നല്ലൊരു ബാമ്പൂവിൽ ഇത്രയും നല്ല വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഫെൻസിങ്ങിന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ഒന്ന് ഗോൾഡൻ ബാമ്പു ആണ്, പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് പെയിൻറ്റിങ് ബാമ്പു ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു 1500 റേഞ്ച് വരുന്ന ഒരു 7 അടി 6 അടിയൊക്കെ ഉള്ള പൊക്കമുള്ള പ്ലാന്റ് ഉണ്ട്. ഇതിലും വലുതുണ്ട് കേട്ടോ, 2000 റേഞ്ചൊക്കെ വരുന്ന 21 കവർ സൈസ് ഉണ്ട്. കെൻഡിയ പാം ഇന്ന് ഏറ്റവും കൂടുതൽ ഗാർഡനിൽ പോകുന്നൊരു പ്ലാന്റ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ഷോർട്ടായി പ്ലാന്റ്. നമുക്ക് ആദ്യം 21 കവർ സൈസൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോഴൊന്നുമല്ല, ഒരു വർഷം മുമ്പൊക്കെ നമ്മൾ ലോഡ് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല സൈസ് പ്ലാന്റ് കിട്ടിയിരുന്നു. 21 ഒരു 10 അടി ആ റേഞ്ചിലൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ നേരെ തിരിച്ചാണ് ഉണ്ടാകുന്നത്. അതായത് 15-16 സൈസ് പോലും ഈ 21 കെൻഡിയ പാം കിട്ടാനില്ല. കാരണം എന്താ വെച്ചാൽ പ്ലാന്റ് ഭയങ്കര ഷോർട്ടായി ആന്ധ്രയിൽ. ഇത് അവിടെ അത്യാവശ്യം നല്ല ലാൻഡ്സ്കേപ്പിൽ മൂവിങ് ഉള്ളത് കൊണ്ടാണ് ഈ പ്ലാന്റ് ഷോർട്ട് ആവുന്നത്. അപ്പോൾ 6 അടിയൊക്കെ പൊക്കമുള്ള പ്ലാന്റാണ് ഇപ്പോൾ 21 തന്നെ വരുന്നത്. ഇത് നമുക്ക് ഓൾഡ് പ്ലാന്റ് ആണ്. ഇപ്പോൾ നമ്മൾ കവർ മാറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കെൻഡിയ പാം. കാരണം ഇപ്പോൾ കെൻഡിയ പാം നമ്മളിപ്പോൾ കൊടുക്കണില്ല, ഈ സൈസ് നമ്മളിപ്പോൾ കൊടുക്കില്ല. കാരണം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കെൻഡിയ പാം. ഒരു മഴക്കാലം ആയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് തരാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ കാസിയ ഫിസ്റ്റുലയുടെ 15-16 കവർ സൈസിലിരിക്കുന്ന ഒരു 500 റുപ്പീസ് റേഞ്ച് വരുന്ന കണിക്കൊന്ന. മലയാളത്തിൽ അറിയാത്തവർക്ക് ഞാൻ ബൊട്ടാനിക്കൽ നെയിമാണ് കൂടുതൽ ഇതിൽ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ആർക്കിടെക്ട്സ് കൂടുതൽ എഴുതുന്നത് ബൊട്ടാനിക്കൽ നെയിമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബൊട്ടാനിക്കൽ നെയിം പറഞ്ഞത്. ഇത് കണിക്കൊന്ന എന്ന് മലയാളത്തിൽ പറയുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇത് വലിയ പ്ലാന്റ്, 500 രൂപയുടെ വലിയ പ്ലാന്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പത്തോഡിയ കോമ്പാനുലാറ്റ എന്ന് പറയുന്ന സ്പത്തോഡിയയിൽ 2-3 കളേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് റെഡ് കളറാണ് നമ്മളിലുള്ളത്. പിന്നെ യെല്ലോ കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് തണൽ ട്രീ ആയിട്ട് ഉപയോഗിക്കാനും നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഈ സ്പത്തോഡിയ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഫ്ലവറിങ് ട്രീ ആണിത് ശരിക്കും. അവന്യൂ പ്ലാന്റ്സ് ആണ്. 2000 റേഞ്ച് വരുന്ന ഒരു 10 അടി 12 അടി പൊക്കമുള്ള പ്ലാന്റാണ്. ഇതിലും വലുത് വേണമെങ്കിൽ നമുക്ക് സൈസ് തരാം കേട്ടോ, ഒത്തിരി ഉണ്ട്. പിന്നെ ഈ ചെടി, ഈ പുളിമരം പോലെ ഇരിക്കുന്ന ഈ ചെടി നിങ്ങൾക്ക് അറിയുണ്ടാവും. നമ്മുടെ പണ്ട് കോളേജുകളിലും റോഡിൻ്റെ സൈഡിലൊക്കെ തണലിന് വേണ്ടി വെക്കുന്ന പ്ലാന്റാണിത്. ഇതാണ് നമ്മുടെ DV എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അപ്പോൾ DVയുടെ വലിയ പ്ലാന്റ്സുകൾ അതൊക്കെ നമുക്കുള്ളത്. അങ്ങനെ പിന്നെ ഇനി ബ്ലാക്ക് ബാമ്പു, ഇതാണ് നമ്മുടെ ബ്ലാക്ക് ബാമ്പുവിൻ്റെ ഒരു 12 അടി 13 അടിയൊക്കെയുള്ള പൊക്കമല്ല ബിഗ് സൈസ് പ്ലാന്റ് നമുക്ക് ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്. ഗോൾഡൻ ബാമ്പുവിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഗോൾഡൻ ബാമ്പു ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇതാണ് നമ്മുടെ മരമുല്ല ഹൈബ്രിഡ് മുറായ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. മുറായയുടെ 21 കവർ സൈസിലിരിക്കുന്ന നല്ല ബുഷായിട്ടുള്ള വലിയ പ്ലാന്റ് ആട്ടോ. 1000 രൂപ റേഞ്ച് വരുന്ന പ്ലാന്റാണ് റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡിസ്മോഡിയത്തിൻ്റെ 150 രൂപ റേഞ്ച് വരുന്ന പ്ലാന്റാണ്. പിന്നെ ഇത് ട്രാവലർ പാം എന്ന് പറയപ്പെടുന്ന പ്ലാന്റാണിത്. ഇതൊക്കെ ഒരു 600 റേഞ്ച് വരുന്ന. ഇതാണ് വളരെ ഇത് നിങ്ങൾ റയർ ഐറ്റവും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ക്ലൂസിയ റോസിയ എന്ന് പറയുന്നത്. നമുക്ക് ലാൻഡ്സ്കേപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന, ബോർഡർ വെക്കാൻ, അല്ലെങ്കിൽ സിംഗിളായിട്ട് ഷേപ്പ് ചെയ്ത് നിർത്താൻ പറ്റിയ പ്ലാന്റാണ്. ഇത് നമ്മൾ 1000 റുപ്പീസിനാണ് 21 കവർ സൈസ് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ 30 ബ്ലാക്ക് ഫൈക്കസ് കാണിച്ചിരുന്നു. അതിൻ്റെ തന്നെ 21 കവർ സൈസ് 1000 റേഞ്ച് വരുന്ന വലിയ പ്ലാന്റുകളാണ് എൻ്റെ പുറകിൽ. പിന്നെ അരേക്ക ലൂട്രൻസിൻ്റെ വലിയ പ്ലാന്റുകൾ 800 റേഞ്ചൊക്കെ വരുന്ന വലിയ പ്ലാന്റുകളാണിത്. പിന്നെ ബുദ്ധ ബാമ്പു ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്ന പെൻസിൽ ബാമ്പു, മൾട്ടിപ്ലക്സ് ബാമ്പു അഥവാ പെൻസിൽ ബാമ്പു എന്ന് പറയുന്നത് ഒത്തിരി സ്റ്റോക്ക്, 300-400 ക്വാണ്ടിറ്റി നമ്മുടെ നഴ്സറിയിലെ. ഇതൊക്കെ നമ്മൾ 400 റുപ്പീസിനാണ് ഒരു 5 ഫീറ്റ് 6 ഫീറ്റ് ഒക്കെ ഉള്ള പ്ലാന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആൽമണ്ട്, ഇന്ത്യൻ ആൽമണ്ടിൻ്റെ ഒരു ഇത് കണ്ടില്ലേ, 500 ഒക്കെ റേഞ്ച് വരുന്ന പ്ലാന്റാണിത്. ഇന്ത്യൻ വലിയ പ്ലാന്റ്, ഒരു 6 അടി 7 അടി. അപ്പോൾ ഇതാണ് നമ്മുടെ തബൂബിയ റോസിയ. നമുക്ക് ലാൻഡ്സ്കേപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഇത്, ഈ തബൂബിയ റോസിയ എന്ന് പറഞ്ഞ പ്ലാന്റ്. നല്ല മനോഹരമായിട്ടുള്ള അവന്യൂ പ്ലാന്റാണ്, നല്ല അടിപൊളി പ്ലാന്റാണ്. നമുക്ക് തണലിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേക ഒരു ഭംഗി, നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണിത്. പിന്നെ അതേപോലെ തന്നെ ഇതാണ് കാഷിയ അലേട്ട എന്ന് പറയുന്നത്, ഒരു യെല്ലോയിഷ് ഫ്ലവർ വരുന്ന പ്ലാന്റാണ്. കാഷിയ അലേട്ട, കാഷിയ ജവാനിക്ക, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മളിൽ. ഇത് കാഷിയ അലേട്ടയുടെ പ്ലാന്റാണ്. പിന്നെ ഫോക്സ് പാം, ഇത് കണ്ടില്ലേ, ഫോക്സ് പാമ്പിൻ്റെ 21 കവർ സൈസിലിരിക്കുന്ന ലാർജ് സൈസ് പ്ലാന്റ് വെറും 1350 ആണ്, 1350 രൂപക്കാണ് നമ്മൾ
ഫോക്സ് ടെയിലിൻ്റെ വലിയ പ്ലാന്റ് 21 കൊടുക്കുന്നത്. അതിൻ്റെ 15-16 നമ്മളിവിടെ കൊടുക്കുന്നത് 600 റുപ്പീസ്. ഇത് കണ്ടില്ലേ, 15-16 നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ 13-13 കൊടുക്കുന്നത് 350 റുപ്പീസിനാണ് ഇവിടെ റീറ്റെയിൽ കൊടുക്കുന്നത്. 13 ഇതെല്ലാം അത്യാവശ്യം നല്ല ഹൈറ്റ് 8 അടി 10 അടിയൊക്കെ ഉള്ള പ്ലാന്റുകളാണ് നമ്മുടെ നഴ്സറിയിലുള്ളത്. പിന്നെ കൂടാതെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്ലുമേരിയയുടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് നമ്മുടെ നഴ്സറി. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പ്ലുമേരിയയുടെ വെറൈറ്റീസാണ്. ഇത് പ്ലുമേരിയയുടെ അമേരിക്കൻ ഡോർഫാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 21 കവർ സൈസ് ഡോർഫ് വെറൈറ്റി എല്ലാം 1350ക്കാണ് നമ്മൾ 21 കവർ കൊടുക്കുന്നത്. ഇതിൽ തന്നെ ആൽബ ഉണ്ട്, അതേപോലെ തന്നെ റൂബ്ര ഉണ്ട്. ഇതൊക്കെ 1350 റേഞ്ചിലാണ് പ്ലുമേരിയ, ആൽബ, റൂബ്ര എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു റേറ്റിനാണ്. പിന്നെ ബുദ്ധ ബാമ്പുവിൻ്റെ വലിയ സൈസ് 1000 റേഞ്ച് വരുന്ന ഒരു 7 അടി 8 അടിയോളം പൊക്കമുള്ള ബുദ്ധ ബാമ്പുവിൻ്റെ ഇഷ്ടം പോലെ സ്റ്റോക്ക് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇതാണ് ബ്ലൂ പെയിൻ ബാമ്പു എന്നറിയപ്പെടുന്ന ചൈനീസ് ബാമ്പു. ഏകദേശം പെയിൻറ്റിങ് ബാമ്പുവിനോട് സാമ്യമുള്ള ഒരു ലീഫാണ് ഈ ചൈനീസ് ബാമ്പു അഥവാ ബ്ലൂ പെയിൻ ബാമ്പു എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് വരുന്നത് ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാൻ. പക്ഷേ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈസൊക്കെ നമുക്ക് 2000 റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 21 കവർ സൈസ് ആണെങ്കിൽ നമുക്കൊരു 3500 ആ റേഞ്ചിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ നാഷണൽ ഹൈവേയിലൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ ഡിവൈഡറിൽ സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ലജസ്ട്രോമിയ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ, ഫുൾ ഫ്ലവർ ആയിട്ടില്ല, നല്ലൊരു തണൽ ട്രീ എന്ന് തന്നെ പറയാം. അവന്യൂ പ്ലാന്റ്സിൽ പെട്ടതാണ് ഇത് ലജസ്ട്രോമിയ. പിന്നെ ഇതാണ് നമ്മുടെ മില്ലിംഗ്ടോണിയ എന്ന് പറയുന്ന വൈറ്റ് ഫ്ലവർ വരുന്ന പ്ലാന്റാണ് മില്ലിംഗ്ടോണിയ. അവന്യൂ പ്ലാന്റ്സ് ആണ്. ഇങ്ങനെ ഒത്തിരി പ്ലാന്റ്സ് നിങ്ങൾക്ക് അവിയകാർഡിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ കൂടാതെ തന്നെ ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ടെർമിനേലിയുടെ 21 ഗ്രീന്, ഇതൊക്കെ ഇപ്പോൾ ലോഡ് വന്നതുകൊണ്ടാണ് കേട്ടോ ലീഫ് കൊഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോഡ് വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇഷ്ടം പോലെ സ്റ്റോക്കാണ് നമുക്ക് ടെർമിനൽ ഗ്രീൻ 21 ഒരു 10 അടി 12 അടിയോളം പൊക്കമുള്ള പ്ലാന്റ് നമ്മളിവിടെ കൊടുക്കുന്നത് 1350-നാണ് 21 കവർ സൈസ് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ചെറുത് അവൈലബിൾ ആണ്. ഇതാണ് കാഷ്യ ജവാനിക്ക എന്ന് പറഞ്ഞത്. നമ്മൾ കാഷ്യ അലർട്ട നേരത്തെ കാണിച്ചു, കാഷ്യ ജവാനിക്ക. ഇതിപ്പോൾ ഇത് വന്നതുകൊണ്ടാണ്, ലോഡ് വന്നതുകൊണ്ടാണ് ഇത് ലീഫ് കൊഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഫിലീഷ്യം ഡെസിപ്പിൻ്റെ വലിയ പ്ലാന്റ്സുകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗുൽമോഹറിൻ്റെ വലിയ പ്ലാന്റ്സുകൾ നമ്മുടെ നഴ്സറിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ഇതിൽ വൈറലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള പ്ലാന്റാണ് പിസോണിയ ആൽബ. നല്ലൊരു അവന്യൂ പ്ലാന്റ്സ് ആണ്. നല്ല നിങ്ങൾക്ക് വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് പിസോണിയ ആൽബ. ഇതിൻ്റെ സ്റ്റോക്ക് നമുക്ക് നമ്മുടെ നഴ്സറിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പെൽട്ടോഫോറം അഥവാ ടെറോകാർപ്പം എന്ന് പറഞ്ഞ ബൊട്ടാനിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന അവന്യൂ പ്ലാന്റ് ആണിത്. ഇതൊക്കെ 2000 റേഞ്ചിലാണ് നമ്മൾ വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് കൊടുക്കുന്നത്. അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിൽ വേണ്ടിയ എല്ലാ പ്ലാന്റ്സും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇനിയും ഒരുപാട് വെറൈറ്റികൾ വരാനുണ്ട്. അപ്പോൾ വളരെ റെയറായിട്ടുള്ള മാക്സിമം നമ്മൾ പ്ലാന്റുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ആർക്കിടെക്ട്സ്, വീട് ഡ്രോയിങ് ചെയ്യുന്ന ആർക്കിടെക്ട്സ് തീർച്ചയായിട്ടും അവർക്കൊരു വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും. ഒരുവിധം ഇന്നത്തെ കാലത്ത് എല്ലാ ആർക്കിടെക്ട്സും തന്നെ അതിൻ്റെ പ്ലാൻസിൻ്റെ ലിസ്റ്റും കാര്യങ്ങളും ബൊട്ടാനിക്കൽ നെയിമൊക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ് ആർക്കിടെക്ട്സിന് തരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് പ്ലാന്റ് വേണമെങ്കിലും അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ബൊട്ടാനിക്കൽ നെയിം കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്തവരുണ്ടോ, പക്ഷേ നമുക്ക് അയച്ചു തന്നാൽ തീർച്ചയായിട്ടും ഒരു 90% എല്ലാ പ്ലാന്റ്സിൻ്റെ ബൊട്ടാനിക്കൽ നെയിം നമുക്കറിയാം. അപ്പോൾ ഞങ്ങൾക്ക് ലിസ്റ്റ് അയച്ചു തന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ കൊട്ടേഷൻ ഞങ്ങൾ തരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് സൈസ് പ്ലാന്റ് ആണെന്ന് കൂടെ നമ്മളോട് പറഞ്ഞാൽ എല്ലാ സൈസ് പ്ലാന്റ്, ചെറുതായിക്കോട്ടെ മീഡിയം ആയിക്കോട്ടെ ബിഗ് സൈസ് ലാർജ് സൈസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അബിയ ഗാർഡനിൽ വരിക. ഒത്തിരി പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട്, ഇനിയും വരാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരിക. നിങ്ങൾക്ക് ചെടി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അറിയാം ഭയങ്കര ചൂടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു എറണാകുളത്തൊക്കെ ഒരു 35 to 40 ഡിഗ്രീൻ്റെ ഉള്ളിലാണ് ചൂട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ചെടികളൊക്കെ വെക്കുന്നവർ മാക്സിമം വാട്ടറിങ് കൊടുക്കുക. എന്നെങ്കിൽ മാത്രമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെടികളൊക്കെ ഉണങ്ങാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ നഴ്സറിയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണും. പലരും വിചാരിച്ചിട്ടുള്ള അബിയ ഗാർഡനിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാം ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിലും ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ് ആണെങ്കിലും ബോൺസായി ആണെങ്കിലും അതുപോലെ ഫ്ലവറിങ് ആണ്. ഫ്ലവറിങ് ഇപ്പോൾ നമ്മൾ ഈ ഒരു മാസം നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട്, കാരണം ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇറക്കാത്തത്. അപ്പോൾ അടുത്ത മാസം മുതൽ ഫ്ലവറിങ്ങിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ ബാക്കി ഒരുപാട് പ്ലാന്റുകൾ ഇനിയും ഉണ്ട്. ചെറിയ പ്ലാന്റ് ഷ്രബ്സൊക്കെ ഒരുപാടുണ്ട്, നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടിട്ട് തിരഞ്ഞെടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് ആയി പോകും. അപ്പോൾ ആരും ഞങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മുടെ ഒരു പ്രത്യേകത
നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു സാധനത്തിൻ്റെ റേറ്റ് നമ്മൾ മറച്ചു വെക്കണില്ല. ബോൺസായിൻ്റെ നമ്മൾ പറയാത്തതെന്ന് വെച്ചാൽ വെരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ട് അത് ഒരു ആളുകൾക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ആർക്കും ഒരു ഇത് വേണ്ട. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞുതരും. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റാണ് ബോൺസായികൾ. നമ്മൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ആരോടും ഒന്നും മറച്ചു വെക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വന്നിട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെടികൾ പർച്ചേസ് ചെയ്യണം. കാരണം എല്ലാത്തിൻ്റെ പ്രൈസ് പറയുന്നുണ്ട്, അതിൻ്റെ കവർ സൈസ് പറയുന്നുണ്ട്, അതിൻ്റെ ഹൈറ്റ് ഇത്രയെന്ന് എല്ലാം നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആരോടും ഒരു കോമ്പറ്റീഷനും ഇല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം, ചെടികൾ ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യുക. മഴക്കാലം വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.